ഹലോ നമസ്കാരം, ചിന്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ, പിന്നെ വേണ്ടത് സവാള, പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തതാണ്, പിന്നെ വേണ്ടത് മല്ലിയില, അത് നിർബന്ധമില്ല, പിന്നെ വേപ്പില, പിന്നെ തക്കാളി, പിന്നെ വേണ്ടത് മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി. ഇത് ചിക്കൻ മസാലയാണ്. അത് ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി, നിർബന്ധമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. പിന്നെ വേണ്ടത് നമുക്ക് ഗരം മസാലയാണ്, പിന്നെ തൈര്, പിന്നെ നമുക്ക് വേണ്ടത് പെപ്പറാണ്. ഇതൊക്കെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ ഇവിടെ ഓൾറെഡി മല്ലി മുളക് എടുത്തിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മല്ലി മുളകും ചൂടാക്കിയിട്ട് വേണം ഇടാനായിട്ട്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഒരു മല്ലിയുടെയും മുളകിൻ്റെ ഒരു കുത്തെടുക്കും. അപ്പം അത് കറിയിലേക്ക് വരുമ്പോൾ, ഫ്രൈ ചെയ്ത് വരുമ്പോഴായാലും കറിയിലേക്കായാലും അത് ഒരു വേറൊരു ടേസ്റ്റ് വരും. അപ്പം അത് കാരണം കൂടി ഞാൻ ചൂടാക്കി എടുത്ത്, ചെറു തീയിലാണ് ഞാൻ ചൂടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് അതിലേക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാല നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ആഡ് ചെയ്യണുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അതിൻ്റെ സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, നിർബന്ധമുള്ളതല്ല. പിന്നെ നമുക്ക് വേണ്ട ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അതിന് പകുതി ഇപ്പം ആഡ് ചെയ്യും, പിന്നെ ബാക്കി ഫ്രൈ ചെയ്യുമ്പോൾ ആഡ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് വേണ്ട തൈരാണ്. തൈര് അല്ലെങ്കിൽ ലെമൺ, അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് യോജിപ്പിക്കാം. ഇതൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ, കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതല്ല, നമ്മൾ രാത്രി മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് കാലത്ത് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് നമ്മളുടെ സമയം പോലെ സന്ദർഭം പോലെയൊക്കെ എടുക്കാം. അപ്പം നമ്മൾ ഇതിൽ ചില സമയത്ത് മുളക് ഇടുന്നത് കൂടാണെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ, കറിയില്ല ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളതനുസരിച്ചുള്ള എരിവ് കിട്ടാൽ മതി. അപ്പോൾ അത് നന്നായി നോക്കുക, എരിവൊക്കെ ഇടുമ്പോൾ കൂടാതെ നോക്കുക. ഉപ്പായാലും ഞാൻ ചിക്കൻ ഈ മാരിനേറ്റ് ചെയ്യുന്നതിൽ നോർമലി ഉപ്പ് കുറച്ച് അധികം ഇടും, കാരണം അതിൽ ഉപ്പ് നന്നായി പിടിക്കാനായിട്ട്. അതനുസരിച്ച് ഞാൻ കറിയിൽ ഉപ്പിടാറുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് പോലെ ആഡ് ചെയ്യുക. ചിക്കനിലെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. അതല്ല, ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് വെച്ചിട്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്യാൻ എടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിക്കിടാം. അപ്പോൾ തീ കുറച്ചിട്ട് ഇടാം, അല്ലെങ്കിൽ തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും വേഗം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മൾ ഓയിൽ ബാക്കി ഉണ്ടായിരുന്നു, അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്കത് ഒരു പാൻ എടുത്തിട്ട് ആ ഓയിൽ വേറൊരു പാനിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ഉള്ളി, അതായത് സവാളയാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കുറവായ കാരണം കൊണ്ട് ഞാൻ 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റോസ്റ്റിൽ മസാല കുറേ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് സവാള എടുക്കാം. അപ്പോൾ ഞാൻ അധികം സവാള എടുത്തിട്ടില്ല. പിന്നെ അതിലേക്ക് പച്ചമുളക്, ഒരു 7 പച്ചമുളക് അരിഞ്ഞതാണ്, അതിലേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ നേരത്തെ നമ്മൾ ഇതിൻ്റെ പകുതിയാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി പകുതി ഞാൻ അതിലിടാണ്. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ്. നേരത്തെ നമ്മൾ ചിക്കൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണം ഈ മസാലയിൽ ഉപ്പിടാനായിട്ട്. പിന്നെ
വേപ്പില. നന്നായിട്ട് ഇളക്കാം. ഇത് നന്നായിട്ട് ഒരു നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. നല്ല ബ്രൗൺ കളർ, കരിയരുത്. നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന വരെ നമുക്ക് ഇത് വഴറ്റാം. അപ്പം നമ്മളുടെ സവാള മുരിഞ്ഞുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം മല്ലിപ്പൊടി അത് ആഡ് ചെയ്യാം. അതൊരു 1.5 സ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ മുളക് പൊടി, അത് നിങ്ങളുടെ എരിവ് പോലെ കേട്ടോ ആഡ് ചെയ്തു. പിന്നെ ഇതിൽ ഓൾറെഡി നമ്മൾ പിന്നെ പെപ്പറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം മുളക് പൊടി ആഡ് ചെയ്യാനായിട്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ചിക്കനിൽ അത്യാവശ്യം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കുക. അപ്പം ഇതിൻ്റെ ഒരു പച്ചമണം ഉണ്ട്, അത് പോകണം. ആ സ്മെല്ല് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യാം. അപ്പം നമ്മളുടെ പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതിൽ തക്കാളി ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇതിൽ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ആ തക്കാളിയിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചിക്കനിൽ നന്നായിട്ട് കുറച്ച് നന്നായിട്ട് ഗ്രേവി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കാം. അതല്ല ഒന്നിനോടൊന്നും തൊടാതെ കഴിക്കാനാണ് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതധികം ഉടയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി കിട്ടാനായിട്ട് ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. അത് ചൂടായിട്ടുള്ള വെള്ളം വേണം ആഡ് ചെയ്യാനായിട്ട്. പച്ചവെള്ളം ആഡ് ചെയ്യരുത്. പച്ചവെള്ളം ആഡ് ചെയ്യുമ്പോൾ പച്ചവെള്ളത്തിൻ്റെ ഒരു ചുവ വരും. അപ്പം നമ്മൾ കുറച്ച് ചൂടായിട്ടുള്ള വെള്ളം ആഡ് ചെയ്യണം. അപ്പം നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇത് വേവിക്കാം. അപ്പം ചെറുതായിട്ടൊന്ന് ഉടഞ്ഞുണ്ടാവും. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ തക്കാളി കുറച്ച് ഉടഞ്ഞുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇല്ലേ, അത് ആഡ് ചെയ്യാം. മിക്സ് ചെയ്യാൻ മുന്നേ നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ആഡ് ചെയ്യണുള്ളൂ. പിന്നെ പെപ്പർ, പിന്നെ ബാക്കിയുള്ള മല്ലിയിലയും കൂടി ആഡ് ചെയ്യാൻ പോവാ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഇതിന് മിളക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പെപ്പർ നിങ്ങൾ യൂസ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി കുറവാണെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി വഴറ്റണ സമയമില്ലേ, ആ സമയത്ത് നമുക്കിതിലേക്ക് എത്ര വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് ആഡ് ചെയ്യാം. അത് ചൂടാക്കിയിട്ട് ആഡ് ചെയ്യാം. ചൂടാക്കാതെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുളകിൻ്റെ കുത്തെടുക്കും. അപ്പം നമ്മൾക്ക് ഇതൊരു 5 മിനിറ്റ് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇതിലേക്ക് ആ ചിക്കനിലേക്ക് എല്ലാ ഫ്ലേവറും അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് 5 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയാൽ അടിയിൽ പിടിക്കില്ല, എന്നാലും ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മൂടി വയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മൂടി വയ്ക്കാൻ പോവാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. ഇതെൻ്റെ അമ്മേരെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അപ്പോൾ പുതിയൊരു നല്ലൊരു ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.